എനിക്ക് ആരും നോക്കാനില്ല, എൻ്റെ കാര്യം അന്വേഷിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൾ എന്നെ ചതിച്ചത്. പിന്നെ എനിക്കൊന്നും അറിയണമില്ലല്ലോ. അവൾക്ക് ശിക്ഷ ശരിക്കും കൊടുക്കണം. അവൾക്ക് ഇനി വക്കീലായിട്ട് ജോലി ചെയ്യാൻ സാധിക്കരുത്. കാരണം ഇങ്ങനെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള അവൾ വക്കീലായാൽ ശരിയാവില്ലല്ലോ. ഇങ്ങനത്തെ ക്രിമിനലുകൾ സമൂഹത്തിൽ വിലസിയാൽ സമൂഹത്തിൽ മഹാ കഷ്ടമായിരിക്കും. ആരും സഹായിക്കാനില്ലാത്ത പ്രായമായവരെ കബളിപ്പിച്ച് സ്വത്ത് തട്ടിയെടുത്തതായ പരാതിയിൽ അഭിഭാഷകയ്ക്കെതിരെ അന്വേഷണം. കണ്ണൂർ ആലക്കോടും തൃശൂരിലുമാണ് തട്ടിപ്പ് നടന്നത്. ആലക്കോട് സ്വദേശി സജോഷ് തോമസിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ശ്വേത പി ദിലീപിനെതിരെയാണ് കേസ്. ആരും നോക്കാനില്ലെന്ന് കണ്ട് സഹായിക്കാനെന്ന വ്യാജേനെത്തിയാണ് തന്റെ സ്വത്ത് ശ്വേത തട്ടിയെടുത്തതെന്ന് ഗുരുവായൂരിൽ ഫ്ളാറ്റിൽ തനിച്ച് താമസിക്കുന്ന ഓമനമ്മ കണ്ണൂർ വിഷനോട് പറഞ്ഞു. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. അഭിഭാഷക എന്ന തന്റെ പദവി ഉപയോഗിച്ച് ആരോരുമില്ലാത്ത പാവങ്ങളെ ചതിച്ച് സ്വത്ത് തട്ടിയെടുത്തതായ പരാതിയാണ് ആലക്കോട് സ്വദേശിയായ സജേഷ് തോമസിന്റെ ഭാര്യ ശ്വേത പി ദിലീപിനെതിരെ ഉയർന്നത്. ആലക്കോട് രണ്ടുപേരുടെയും തൃശൂരിൽ ഒരാളുടെയും സ്വത്ത് തട്ടിയെടുത്തതായ പരാതിയിലാണ് നിലവിൽ കേസുള്ളത്. ഇതിൽ ഗുരുവായൂരിലെ ഫ്ളാറ്റിൽ തനിച്ച് താമസിക്കുന്ന ഓമനാമ്മ തട്ടിപ്പിനെക്കുറിച്ച് കണ്ണൂർ വിഷനോട് വെളിപ്പെടുത്തി. അത് ഇങ്ങനെ: ഈ ശ്വേത എന്ന അഡ്വക്കേറ്റാണെന്നാണ് സ്ത്രീ. ഇവിടെ അവരുടെ അമ്മയും അമ്മൂമ്മയും ഈ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്നുണ്ട്. അവർ ഇടയ്ക്ക് അവിടെ വന്ന് പോകാറുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മകൾക്ക് എന്നെ നോക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതി കൊടുത്ത എൻ്റെ ഭാഗം, എൻ്റെ വീതം സെറ്റിൽമെൻ്റ് ആധാരമായിട്ട് എഴുതി കൊടുത്തിരുന്നു. അവളൊരു 10 കൊല്ലമായിട്ട് എന്നെ നോക്കണില്ല, അവൾക്ക് പൈസ ഇല്ല നോക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വക്കീൽ ഇടപെട്ട് എൻ്റെ വീതത്തിൽ കുറച്ച്, മുഴുവനില്ല, കുറച്ച് എനിക്ക് ഭാഗിച്ച് അവളെ ഇന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അത് 2 ആധാരമായിട്ട് അവൾക്ക് എൻ്റെനായിട്ട് 2 ആധാരമാക്കി. 2 ആധാരമാക്കിയിട്ട് അവിടെ പോയി സാധാരണ ഒറിജിനൽ ആധാരം വക്കീലിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോസ്റ്റാറ്റ്, കളർ ഫോട്ടോസ്റ്റാറ്റ് ആധാരം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നത്. അതെനിക്ക് അറിയില്ല, എൻ്റെ ആധാരമാണെന്ന് പറഞ്ഞിട്ട് വക്കീൽ പോക്കുവരവൊക്കെ നടത്തി വാങ്ങിച്ച് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. അത് ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് പിന്നെ എൻ്റെ ഭൂമി കൂടി മകൾക്ക് കൊടുത്തിട്ടുള്ളതുള്ളത് കൊണ്ട് 10 ലക്ഷം രൂപ മകളുടെ നിന്ന് വാങ്ങിച്ചു തരാം, അത് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് മകൾ വിശ്വസിച്ച്. അത് തരാൻ വേണ്ടി എന്നെ വീണ്ടും രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ആ 10 ലക്ഷം തരാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. എന്നാൽ 10 ലക്ഷം തന്നില്ല, 1 ലക്ഷം മാത്രമേ എനിക്ക് തന്നുള്ളൂ. പിന്നെ വക്കീലിനെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു. അപ്പോഴാണ് ഞാൻ ചെക്ക്, അവൾക്ക് കുറേ ലോണുള്ളത് കൊണ്ട് അവൾക്ക് മാത്രമായിട്ട് ഒപ്പിട്ട ബാങ്കിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞ്, പൈസ കിട്ടില്ല എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള പൈസ തരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അവളുടെ ചെക്കിൻ്റെ പുറത്ത് 4 ചെക്കിൻ്റെ പുറത്ത് എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ഗുരുവായൂർ സൂര്യമാധവം എന്ന ഫ്ളാറ്റിലാണ് ഓമനാമ്മ താമസിക്കുന്നത്. ഈ ഫ്ളാറ്റിൽ എത്തിയാണ് ശ്വേത ഓമനാമ്മയെ കബളിപ്പിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ശ്വേത പി ദിലീപിനെതിരായ പരാതിയുടെ ചുരുക്കം ഇങ്ങനെ: ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിന് സമീപം ഓമനാമ്മക്ക് 7 ഭർത്താവിന് 8 സെന്റ് ഭൂമിയുണ്ടായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം ആ ഓഹരിയും ഓമനാമ്മക്ക് ലഭിച്ചു. രണ്ടും ചേർന്നുള്ള 15 സെന്റ് ഭൂമി 3 മക്കൾക്കും ഓമനാമ്മക്കുമായി ഭാഗം വെച്ചു. 7.5 സെന്റ് ഓമനാമ്മക്കും 2 മക്കൾക്കായി 2.5 സെന്റ് വീതവും നൽകി. ഇളയ മകൾക്ക് അമ്മയെ നോക്കിക്കൊള്ളാമെന്ന ധാരണയിൽ ഓമനാമ്മയുടെ ഓഹരിയും മകളുടെ 2.5 സെന്റും ചേർന്ന് 10 സെന്റ് ഭാഗിച്ചു നൽകി. ഭാഗപത്രത്തിൽ ഓമനാമ്മക്കും മകൾക്കുമായാണ് 10 സെന്റ് ഭൂമി എഴുതിയിരുന്നത്. ഇതിനിടയിൽ ഗുരുവായൂരിൽ ഫ്ളാറ്റ് വാങ്ങി ഓമനാമ്മ താമസം തുടങ്ങി. അമ്മയെ തുടർന്ന് നോക്കാമെന്ന് പറഞ്ഞതിനാൽ ഈ ഭൂമി മകൾക്ക് എഴുതി നൽകി. സ്ഥലം പൂർണ്ണമായും ഇതോടെ ഇളയ മകളുടെ കയ്യിലായി. സ്ഥലം കിട്ടിയപ്പോൾ മകൾ നോക്കാതായെന്ന് ഓമനാമ്മ പറഞ്ഞു. വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സഹായിക്കാമെന്ന വാഗ്ദാനവുമായി ശ്വേത സമീപിച്ചത്. ഹൈക്കോടതി അഭിഭാഷകയാണെന്ന് പറഞ്ഞാണ് ശ്വേത എത്തിയത്. ശ്വേതയുടെ അമ്മ ഓമനാമ്മ താമസിക്കുന്ന അതേ ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്.
ആ പരിചയത്തിലാണ് ശ്വേത ഇടനിലക്കാരിയായത്. ശ്വേതയോട് കാര്യങ്ങളെല്ലാം ഓമനാമ്മ പറഞ്ഞു. ശ്വേത അങ്ങനെ ഇളയ മകളെ തേടിപ്പിടിച്ച് കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. 5 സെന്റ് സ്ഥലം ഓമനാമ്മയുടെ പേരിൽ തിരിച്ച് ആധാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിന് 2 ലക്ഷം രൂപ പ്രതിഫലവും ശ്വേത വാങ്ങിയെടുത്തു. എന്നാൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ ഒറിജിനൽ ഓമനാമ്മക്ക് ശ്വേത നൽകിയില്ല. പകരം കളർ ഫോട്ടോ കോപ്പി നൽകി. ഇതിൽ മകളുടെ ഫോട്ടോയും പതിച്ചു. ഇത് ഒറിജിനൽ എന്ന നിലയിലാണ് ശ്വേത ഓമനാമ്മയോട് പറഞ്ഞിരുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാനും പ്രയാസമായിരുന്നു. വീണ്ടും ശ്വേത ഓമനാമ്മയെ ബന്ധപ്പെട്ടു. മകളുടെ പേരിൽ ശേഷിക്കുന്ന 5 സെന്റ് സ്ഥലത്തിനും നിയമപരമായി ഓമനാമ്മക്ക് അവകാശമുണ്ടെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഈ അവകാശം വിട്ടു നൽകിയാൽ മകളിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിത്തരാമെന്നും പറഞ്ഞു. അത് ഓമനാമ്മ വിശ്വസിക്കുകയും ചെയ്തു. ഓമനാമ്മയെ ബാങ്കിൽ എത്തിച്ച് 3 ചെക്കുകളിൽ ഒപ്പിടിയിച്ചു. ഇത് ബെയറർ ചെക്കായിരുന്നു. ഓമനാമ്മക്കോ അല്ലെങ്കിൽ അതിൽ ഒപ്പിടുന്ന ആർക്കും പണം പിൻവലിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഈ ചെക്ക്. ശ്വേതയുടെ അക്കൗണ്ടിലെ ചെക്കിലായിരുന്നു ഓമനാമ്മയെ കൊണ്ട് ഒപ്പുവെപ്പിച്ചിരുന്നത്. ആ ചെക്കുകളിൽ ശ്വേതയാണ് രണ്ടാമതായി ഒപ്പുവെച്ചത്. ശ്വേതയുടെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ഇതിനിടയിൽ സ്വന്തം നിലക്ക് ശ്വേത തന്നെ നിക്ഷേപിച്ചിരുന്നു. മകളിൽ നിന്ന് പണം കിട്ടിയെന്ന് ധരിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഓമനാമ്മ ഒപ്പിട്ട ആദ്യ ചെക്ക് ബാങ്കിൽ നൽകി ശ്വേത തന്നെ ആ പണം കൈപ്പറ്റുകയും ചെയ്തു. ശ്വേത ഭർത്താവിൻ്റെ കയ്യിൽ ഈ പണം കൊടുക്കുകയും ഭർത്താവ് ഇത് കനറ ബാങ്കിന്റെ വാഴക്കാല ബ്രാഞ്ചിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ശ്വേതയുടെ അക്കൗണ്ടിൽ പണം എത്തിയപ്പോൾ രണ്ടാമത്തെ ചെക്കും പ്രസന്റ് ചെയ്തു. ആ പണവും പിൻവലിച്ച് കനറ ബാങ്കിന്റെ ബ്രോഡ്വേ ബ്രാഞ്ചിൽ നിക്ഷേപിച്ചു. ഇത് വീണ്ടും ശ്വേത പിൻവലിച്ചു. ശ്വേതയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയുള്ള 5 ലക്ഷം രൂപ കൊണ്ട് 3 തവണയായി 15 ലക്ഷം രൂപ വിനിമയം നടത്തിയെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇതിലൂടെ ചെയ്തത്. ഇതുകൂടാതെ 6 ലക്ഷം രൂപ ഓമനയുടെ അക്കൗണ്ടിലേക്ക് നൽകിയതായും ആധാരത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു തുക ഓമനയുടെ അക്കൗണ്ടിൽ വന്നില്ല. 2 ലക്ഷം രൂപ ശ്വേതയുടെ അക്കൗണ്ടിൽ നിന്ന് ഓമനയുടേത് എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു. എന്നാൽ ആ അക്കൗണ്ട് നമ്പർ ഓമനാമ്മയുടേതായിരുന്നില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആധാരം രജിസ്റ്റർ ചെയ്തത്. പണം കിട്ടിയതിനാൽ മകളുടെ പേരിലുള്ള ഭൂമിക്ക് ഓമനയുടെ അവകാശം വിട്ടുനൽകുന്നതിനു വേണ്ടിയാണ് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതെന്നായിരുന്നു ഓമനാമ്മയെ ശ്വേത ധരിപ്പിച്ചിരുന്നത്. ഓമനാമ്മ പറഞ്ഞിടത്തെല്ലാം ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ ഓമനാമ്മയുടെ പേരിലുള്ള സ്ഥലം ശ്വേതയുടെ പേരിലേക്ക് മാറ്റുന്ന രജിസ്ട്രേഷനാണ് അന്ന് നടത്തിയത്. ഒപ്പിട്ടുകൊടുത്ത ആധാരത്തിൽ മകളുടെ ഫോട്ടോ കണ്ടില്ല. ഇതിൽ സംശയം തോന്നിയാണ് ആധാരം ഓമന പൂർണ്ണമായും വായിച്ചു നോക്കിയത്. തന്റെ സ്ഥലം ശ്വേത തട്ടിയെടുക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഓമന ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയത്. കൊടും ചതിയാണ് ശ്വേത ചെയ്തതെന്നും ഇനി ഒരാൾക്കും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകരുതെന്നും ഈ തട്ടിപ്പുകാരിയെ ശിക്ഷിക്കണമെന്നുമാണ് ഓമനാമ്മയുടെ ആവശ്യം. എനിക്ക് ആരും നോക്കാനില്ല, എൻ്റെ കാര്യം അന്വേഷിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൾ എന്നെ ചതിച്ചത്. പിന്നെ എനിക്കൊന്നും അറിയണമില്ലല്ലോ. ഇത് ഇവളിങ്ങനെ എൻ്റെ ആധാരമാണ് രജിസ്റ്ററാക്കിയെന്ന് ഞാൻ അറിയണില്ലല്ലോ. ഇവൾക്ക് ശിക്ഷ ശരിക്കും കൊടുക്കണം. ഇവൾക്ക് ഇനി വക്കീലായിട്ട് ജോലി ചെയ്യാൻ സാധിക്കരുത്. കാരണം ഇങ്ങനെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള അവൾ വക്കീലായാൽ ശരിയാവില്ലല്ലോ. ഇങ്ങനത്തെ ക്രിമിനലുകൾ സമൂഹത്തിൽ വിലസിയാൽ സമൂഹത്തിന് മഹാകഷ്ടമായിരിക്കും. പ്രത്യേകിച്ചും വലിയ അറിവൊന്നുമില്ലാത്ത ഞങ്ങളെപ്പോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ. കേസിൽ ശ്വേത മുൻകൂർ ജാമ്യം തേടിയെങ്കിലും പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് കോടതി തള്ളുകയായിരുന്നു. ആലക്കോടും സമാനമായ കേസുള്ളതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യം പ്രതിക്ക് നിഷേധിച്ചത്. കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു. ശ്വേതയ്ക്കെതിരെ തളിപ്പറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലും കേസുണ്ട്. ആലക്കോട് പോലീസിലും തളിപ്പറമ്പ് RDO കോടതിയിലുമായി ഇവർക്കെതിരെ സ്വത്ത് തട്ടിയെടുത്തതിനാണ് പരാതികൾ ഉള്ളത്. ആലക്കോട് കൊട്ടയാട് കവലയിൽ 3 ഏക്കർ 23 സെന്റ് സ്ഥലം തട്ടിയെടുത്തുവെന്ന പരാതിയിൽ കേസ് തളിപ്പറമ്പ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നുവരികയാണ്. മാനസിക പ്രയാസം അനുഭവിക്കുന്ന കുര്യൻ എന്നയാളുടെ പേരിലുള്ള ഭൂമിയാണ് തട്ടിയെടുത്തത്. ശ്വേതയുടെ ഭർത്താവായ സജേഷിന്റെ പിതാവ് തോമസിന്റെ പേരിലേക്കാണ് ഭൂമി മാറ്റിയത്. 2022 കുര്യന്റെ സഹോദരി KM ലാലി തളിപ്പറമ്പ് കോടതിയിൽ നൽകിയ പരാതിയിലാണ് ആലക്കോട് പോലീസ് കേസെടുത്തത്. തട്ടിപ്പ് പരമ്പര ഇവിടെയും അവസാനിക്കുന്നില്ല.
കുര്യന്റെ പിതാവിന്റെ സഹോദരി മേരിയുടെ 2 ഏക്കർ സ്ഥലവും വീടും കൈക്കലാക്കിയതിനും ഇവർക്കെതിരെ പരാതിയുണ്ട്. ബന്ധുക്കളായ പ്രതികൾ വീട്ടിൽ തൽക്കാലത്തേക്ക് താമസിക്കാൻ വന്ന് സ്വത്ത് കൈക്കലാക്കിയെന്ന് കാട്ടി തളിപ്പറമ്പ് ആദ്യ കോടതിയിൽ നൽകിയ പരാതിയിൽ മേരിക്ക് അനുകൂലമായിരുന്നു വിധി. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും വിധി മേരിക്ക് അനുകൂലമായി. നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് ഈ കേസ്. സഹായിക്കാൻ ആരുമില്ല എന്ന് കണ്ടാൽ പ്രായമായവരെ പറഞ്ഞു പറ്റിച്ച് സ്വത്ത് കൈക്കലാക്കുക എന്ന രീതിയാണ് ഈ സംഘം സ്വീകരിച്ചതെന്നാണ് ആക്ഷേപം. ഇനി ആരും തട്ടിപ്പിന് ഇരയാകരുതെന്ന് പറഞ്ഞാണ് ഗുരുവായൂരിലെ ഓമനാമ്മ തട്ടിപ്പിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.